കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിലെ സാമൂഹിക ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും കാണാൻ കഴിയാത്ത നീചമായ പ്രവർത്തികളുടെ ദിനമായിരുന്നു ഇന്നലെ. ആരെ തേടി വന്നത്? പിണറായി വിജയൻ്റെ മകളെയാണ് തേടി വന്നത്, അച്ഛനെ അല്ല. പക്ഷെ കേരളത്തിൽ ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഗോവിന്ദന്റെയും നേതൃത്വത്തിൽ നടത്തിയ ആഹ്വാനവും പിണറായി വിജയനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ വിധേയമായി തേടി വന്നു എന്ന വ്യാജ പ്രചരണമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ കേട്ടതല്ലേ മാധ്യമങ്ങളുടെ? അടിച്ച് കൊല്ലടാ എന്ന് പറഞ്ഞ് ഏകദേശം 10ഓളം വരുന്ന ED ഉദ്യോഗസ്ഥരെ 3 വാഹനങ്ങളിലായി പോയ മറ്റ് സുരക്ഷാ CRPFന്റെ ഉദ്യോഗസ്ഥരെയും CPM ആക്രമിക്കുകയാണ്. അവരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് കരിങ്കല്ലും ചുടുകട്ടയും ഒക്കെ ഉപയോഗിച്ച ഉദ്യോഗസ്ഥരെ ആക്രമിക്കപ്പെട്ടവരല്ല അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ വീട്ടിലും മന്ത്രി റിയാസിൻ്റെ വീട്ടിലും ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്, EDയുടെ റെയ്ഡ് നടന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ നിന്നും ED റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെയാണ് CPM പ്രവർത്തകർ കൂട്ടമായി ED സംഘത്തെ ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തിൽ CPMും പിണറായി വിജയനും വീണാ വിജയനും വലിയ വില കൊടുക്കേണ്ടി വരുമോ? ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോകുൽ ഗോപിനാഥ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിലെ സാമൂഹിക ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും കാണാൻ കഴിയാത്ത നീചമായ പ്രവർത്തികളുടെ ദിനമായിരുന്നു ഇന്നലെ. നമ്മൾ കണ്ടതാണ്. ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൻ്റെ ധനവകുപ്പിന് കീഴിൽ ഉള്ള ഒരു അന്വേഷണ സംഘം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ മകളെ തേടി വരുന്നു. ആരെ തേടി വന്നത്? പിണറായി വിജയൻ്റെ മകളെയാണ് തേടി വന്നത്, അച്ഛനെ അല്ല. പക്ഷെ കേരളത്തിൽ ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഗോവിന്ദന്റെയും നേതൃത്വത്തിൽ നടത്തിയ ആഹ്വാനവും പിണറായി വിജയനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ വിധേയമായി തേടി വന്നു എന്ന വ്യാജ പ്രചരണമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ പിണറായി വിജയന്റെ വീട്ടിൽ താമസിക്കുന്ന വീണ തൈക്കണ്ടിയെ തേടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നത്. വീണ വിജയൻ വേറെ ഏതെങ്കിലും വീട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ ഒരു ഘട്ടത്തിലും പിണറായി വിജയനുള്ള വീട്ടിലേക്ക് ED വരില്ല. അപ്പോൾ ഇന്നലെ നടന്ന ആക്രമണം എന്ന് പറയുന്നത് കൃത്യമായ ആസൂത്രിതമായ ആക്രമണമാണ്. അവിടെ ആരൊക്കെ ഉള്ളത്? CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരത്ത് നിന്നുള്ള CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ, CPMന്റെ DYFIയുടെയും SFIയുടെയും എല്ലാം നേതാക്കന്മാർ. അങ്ങനെ എന്ത് പ്രകോപനമുണ്ടായാലും ഒരു അന്വേഷണ സംഘത്തെ ആക്രമിക്കുന്ന സ്ഥിതി ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ആ ആക്രമണം എങ്ങനെയാണ് നടന്നത്? അടിച്ച് കൊല്ലടാ എന്ന നമ്മൾ കേട്ടതല്ലേ മാധ്യമങ്ങളുടെ? അടിച്ച് കൊല്ലടാ എന്ന് പറഞ്ഞ് ഏകദേശം 10ഓളം വരുന്ന ED ഉദ്യോഗസ്ഥരെ 3 വാഹനങ്ങളിലായി പോയ മറ്റ് സുരക്ഷാ CRPFന്റെ ഉദ്യോഗസ്ഥരെയും CPM ആക്രമിക്കുകയാണ്. CPMന്റെ ഭവിഷ്യത്ത് അറിയാത്തവരല്ല. എന്താണ് ED ആക്രമിച്ചാൽ, CRPFനെ ആക്രമിച്ചാൽ എന്താണ് അതിൻ്റെ നിയമപരമായും സാങ്കേതികവുമായിട്ടുള്ള അതിൻ്റെ പരിണിതഫലം എന്ന് അറിയാത്തവരല്ല CPM. അപ്പോൾ കേരളത്തിൽ CPMന് കഴിഞ്ഞ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടമായ ഒരു മുഖമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി, ഏകശിലാ സ്വഭാവത്തോടുകൂടി പിണറായി വിജയനാണ് തങ്ങളുടെ കൺകണ്ട ദൈവമെന്നും പിണറായി വിജയൻ പറയുന്നതെല്ലാം ശരിയാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന CPMകാർക്ക് അത് തെറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ദൈവമായി കണ്ട, അല്ലെങ്കിൽ ക്യാപ്റ്റനായി കണ്ട, വേറെ ഇതുണ്ടല്ലോ, തിരുവാതിര കളിക്കിടയിൽ കാരണഭൂതനായി കണ്ട പിണറായി വിജയനെ അതേ തിരുവാതിരപ്പാട്ട് എഴുതിയവർ, അതേ തിരുവാതിര കോറിയോഗ്രാഫി നടത്തിയവർ, അതേ സ്തുതിപാഠകർ തിരിച്ച് ചീത്ത വിളിക്കുന്ന, അസഭ്യം പറയുന്ന, ഞങ്ങൾക്ക് ഇയാൾ മാൻഡ്രിക്കാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ CPM പോയി. അപ്പോൾ പിണറായി വിജയന് CPMനകത്ത് നഷ്ടപ്പെട്ട മുഖം, പിണറായി വിജയന്റെ ഏകശില ഏകാധിപത്യ സ്വഭാവത്തിന് നഷ്ടപ്പെട്ട ആ പ്രൗഢി തിരിച്ചു പിടിക്കാൻ
പിണറായി വിജയനെ വെറുത്തു തുടങ്ങിയ, പിണറായി വിജയനെ അസഭ്യം പറഞ്ഞു തുടങ്ങിയ, പിണറായി വിജയനെ ഞങ്ങൾക്കിനി വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയ CPM-ന്റെ കേഡർമാരെ ഉത്തേജിപ്പിക്കാൻ, ആ കേഡർമാരിൽ നിന്ന് ഒന്നോ രണ്ടോ രക്തസാക്ഷികളെ എങ്ങനെയെങ്കിലും തരപ്പെടുത്തി ആ രക്തസാക്ഷികളുടെ ചാരത്തിൽ നിന്ന് ഇല്ലാതായി പോയ CPM-നെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാനും ഉണർത്തിയെടുക്കാനും കഴിയുമോ എന്ന പാഴ്വേലയാണ് ഇന്നലെ CPM തിരുവനന്തപുരത്ത് ആഹ്വാനം ചെയ്തത്. തിരുവനന്തപുരത്ത് നമുക്ക് ചെറിയ ചരിത്രം അറിയാവുന്ന, CPM-ന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം, ഇത് ഇന്നലെ കൊണ്ടുള്ള ആ കലാപത്തിൽ, ആക്രമണത്തിൽ, ആ കൊലപാതക ശ്രമത്തിൽ അവസാനിക്കുന്നതല്ല. കേരളത്തിൽ CPM വിരുദ്ധമായി നിൽക്കുന്ന, CPM-നെതിരെ നിൽക്കുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആക്രമിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവരുടെ രീതി അതാണ്. എന്ന് പറഞ്ഞാൽ ജനം വെറുത്ത, പാർട്ടിക്കാർ തിരസ്കരിച്ച പിണറായി വിജയനെയും ഗോവിന്ദനെയും ഒക്കെ വലിയ ഹീറോകളായി, വലിയ സംവിധാനമാണവർ, അവർ ഇരകളാണ് എന്ന് അവരുടെ ഇരവാദം ഉണർത്തുക. എന്താണ് ഇന്നലത്തെ ആക്രമണത്തിന് പിന്നിൽ, ഇന്നലത്തെ കലാപത്തിന് പിന്നിൽ? ഇരവാദം ഉണർത്തലാണ്. പിണറായി വിജയൻ ഒരു ഇരയാണ്, പിണറായി വിജയന്റെ കുടുംബം ഒരു ഇരയാണ് എന്ന് നാട്ടിലെ പാർട്ടിക്കാരെ എങ്കിലും ബോധ്യപ്പെടുത്താനുള്ള ഒരു പാഴ്ശ്രമമാണ് CPM നടത്തിയത്. ഇതിൽ ഇന്നലെ ആക്രമിച്ചവർ കൊലപാതകം നടത്താൻ, കൊല്ലാൻ, അവരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് കരിങ്കല്ലും ചുടുകട്ടയും ഒക്കെ ഉപയോഗിച്ച ഉദ്യോഗസ്ഥരെ ആക്രമിക്കപ്പെട്ടവരല്ല അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയുമല്ലോ, ഓരോരുത്തരുടെ മുഖങ്ങൾ നിങ്ങൾക്കറിയാം. തിരുവനന്തപുരത്തെയും കേരളത്തിലെയും CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പേരെടുത്ത് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയുടെ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ബിനു IP, SFI-യുടെ മുൻ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റുമാർ, DYFI-യുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാർ, SFI-യുടെ നേതാക്കന്മാർ, സർവകലാശാല സെനറ്റ് മെമ്പർമാർ, SFI-യുടെ, അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയുന്ന തിരുവനന്തപുരത്തെ ക്രിമിനൽ സംഘം, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവർക്ക് അധികാരമില്ലാതിരുന്ന 2016 മുമ്പും ഇവർ നടത്തിയ ഇതേ കലാപങ്ങളാണ്. നമുക്കറിയാം, ചാലയിൽ നിന്നൊക്കെ ഓരോ കടകൾ കത്തിച്ചു തുടങ്ങും. അതിങ്ങനെ തിരുവനന്തപുരം നഗരം മൊത്തം വ്യാപിച്ച് ഒരാളുടെയോ രണ്ടാളുടെയോ ഒക്കെ ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയെങ്കിലും രക്തസാക്ഷിയെ കിട്ടുമോ എന്നൊരു പരിശ്രമമാണ് ED-യുടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് CPM ഇന്നലെ തയ്യാറാക്കിയ തിരക്കഥ. അപ്പോൾ ED അന്വേഷണം എന്ന് പറയുന്ന യഥാർത്ഥ അന്വേഷണത്തെ വഴിതിരിച്ച് അതിനെ വൈകാരികമായി ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇരട്ട നീതിയല്ലേ CPM കേരളത്തിലെ പ്രധാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനോട്, CPM-ന്റെ എക്കാലത്തെയും പ്രധാന നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും നടത്തിയിട്ടുള്ളത്? ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ED അന്വേഷണ വിധേയമായപ്പോൾ CPM-ന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് പറഞ്ഞത് എന്താ? അത് അവരുടെ കുടുംബം നോക്കിക്കോളും. EP ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ ഫസ്റ്റ് ലെഫ്റ്റനന്റ്, പിണറായിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരന്റെ മന്ത്രിസ്ഥാനം പോയത് എങ്ങനെയാ? ഇതുപോലെ ഒരു കുടുംബത്തിനകത്ത് അഴിമതി നടത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ചെല്ലപ്പേര് ചിറ്റപ്പൻ എന്നൊക്കെ വന്ന് വീണത്. അതുപോലെ തന്നെ PK ശ്രീമതിയുടെ, അതുപോലെ AK ബാലന്റെ, അങ്ങനെ CPM-ന്റെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ അതെല്ലാം അവർ കുടുംബം നോക്കിക്കോളുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് പിണറായി വിജയന്റെ മകളെ തേടി അന്വേഷണം എത്തുമ്പോൾ, മകളെ തേടി അവർ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ അത് പാർട്ടി കാര്യമായി അതിനെ ചിത്രീകരിച്ച് അതിനെ വ്യാജമായ ആക്രമണങ്ങൾ നടത്തി, ഗൂഢാലോചന നടത്തി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ തുടക്കമാണ്. നമ്മൾ ജനങ്ങൾ, കേരളം കരുതിയിരിക്കണം. ഒരുമിച്ച് രാഷ്ട്രീയത്തിനും എല്ലാത്തിനും അതീതമായി CPM നടത്താനിരിക്കുന്ന ഈ കലാപത്തെ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, നമ്മുടെ ചെറുപ്പക്കാർ കേരളത്തിലെ തെരുവുകളിലും കോളേജുകളിലും മരിച്ചു വീഴുന്ന, കൊല്ലപ്പെടുന്ന കാഴ്ച അധികം വിദൂരമല്ല എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലത്തെ ED-ക്കെതിരെയുള്ള ആക്രമണത്തിൽ പിണറായി വിജയനും വീണ വിജയനും വില കൊടുക്കേണ്ടി വരുമോ? നിയമപരമായി ഇന്നലെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതും മേലിലുണ്ടായതുമായ എല്ലാ വിഷയത്തിലും പിണറായി വിജയന്റെ മകൾ വില കൊടുക്കേണ്ടി വരും. പക്ഷേ ഇന്നലെ കലാപത്തിന് ആഹ്വാനം ചെയ്തത് സാക്ഷാൽ പിണറായി വിജയനാണ്.
ഇന്നലെ കലാപത്തിന് ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത് സാക്ഷാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. നമ്മൾ ഒരുമിച്ച് തെരുവിലിറങ്ങുകയാണെന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? പിണറായി വിജയനാണ്. ഈ സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് തെരുവിൽ നേരിടുമെന്നാണ്. അപ്പോൾ കേരളത്തിലെ CPM-ന്റെ അണികളെ, നേതാക്കന്മാരെ പ്രകോപനപരമായി അഴിച്ചുവിട്ട് കേരളത്തിലെ ജനങ്ങളുടെ സ്വൈരവിഹാരം തടസ്സപ്പെട്ട് ജനങ്ങളെ ബന്ദികളാക്കി, ജനങ്ങളുടെ സുരക്ഷ ഇല്ലാതാക്കി, അവരെ തെരുവിൽ ആക്രമിക്കപ്പെടാൻ, മരണപ്പെടാൻ, കൊല്ലപ്പെടാൻ, അവരെ എല്ലാം ഇല്ലാതാക്കാൻ, സ്വൈരവിഹാരം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഈ ശ്രമത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് CPM-നെ തിരസ്കരിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഭയമുണ്ടാക്കുക. CPM-ന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും നിലവിലെ സംസ്ഥാന സെക്രട്ടറിയെയും അസഭ്യം പറയുന്ന, അവരെ ആക്രമിക്കുന്ന പാർട്ടി ഘടകങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടുക. എനിക്ക് പിണറായി വിജയനെ വേണ്ട എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ നേതാക്കന്മാരെയും ഏരിയ നേതാക്കന്മാരെയും എങ്ങനെയെങ്കിലും അവരുടെ ശ്രദ്ധ മാറ്റുക എന്ന് പറയുന്ന വലിയൊരു പാഴ്ശ്രമമാണ് കേരളത്തിൽ CPM നടത്തുന്നത്. ഇത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, CPM-ന്റെ ഈ ആക്രമണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് പ്രതിരോധമുണ്ടാകുമ്പോൾ, ജനങ്ങൾ തങ്ങളെ തിരസ്കരിക്കുമ്പോൾ CPM നടത്തുന്ന സ്ഥിരം പണിയാണിത്. CPM-ന്റെ ഈ പണി കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ കൊടുത്തായിരിക്കും ഇവർക്ക് നഷ്ടപ്പെട്ട ഈ ഭരണത്തിന്റെ സുഖത്തെ അവർ കോമ്പൻസേറ്റ് ചെയ്യുക, അതിന് പകരം കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവരുടെ ഈ ഗൂഢമായ ലക്ഷ്യത്തെ, ഈ ഗൂഢാലോചനയെ, ഈ മനുഷ്യത്വ വിരുദ്ധമായ സമീപനത്തെ നമ്മൾ തിരിച്ചറിയണം. തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ കേരളത്തിലുടനീളം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന CPM-ന്റെ മനുഷ്യത്വ വിരുദ്ധമായ ഈ സമീപനത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കണം, തടയണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.